സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുത്താം. ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനില്ല, ഇയാളുടെ ഭയം നമുക്ക് എങ്ങനെ സാമ്പത്തികമായിട്ടൊരു നേട്ടമാക്കി മാറ്റാം എന്ന് ചിന്തിച്ചിട്ടാണ്. മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവികളുടെയും അടിസ്ഥാനമായി നിലനിൽപ്പിനായിട്ട് പ്രകൃതി കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ഭയം. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഭയമാണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഒരളവ് വരെ കുറഞ്ഞു നിൽക്കുന്നത് ഈ ദൈവഭയം ഉള്ളതുകൊണ്ടാണ്. ദൈവം നമ്മൾ എന്തോ ശിക്ഷിക്കും എന്നുള്ളൊരു ഭയം മനസ്സിലുള്ളതുകൊണ്ടാണ്. എങ്കിലും കൂടുതലും ജ്യോതിഷം നമുക്ക് ഈ ഭയത്തിനെ മറികടക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ദുസ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങളിൽ നിന്ന് ജാതകത്തിൽ നിൽക്കണമെങ്കിൽ അവർക്ക് ദോഷം ഉണ്ടാവില്ല. ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ജാതകങ്ങൾ 90% മിക്കവാറും ദോഷം ഇല്ലാത്ത ജാതകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചൊവ്വാദോഷമാണ് ഇപ്പം നമ്മൾ ജ്യോതിഷത്തിനെ വിമർശിക്കാൻ ആളുകൾക്ക് എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം ചൊവ്വാദോഷമാണ്. ജ്യോതിഷന്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം സാഹിത്യകാരനും ജ്യോതിഷനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ടയത്താണുള്ളത്. സർ, നമസ്കാരം. നമസ്കാരം. ഒരു ചെറിയ കുഴപ്പം പിടിച്ച ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ജ്യോതിഷവും പൂജകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിന്റെ പുറത്തല്ലേ? ഭയം. ഈ ഭയത്തെ ഹാൻഡിൽ ചെയ്യലാണോ അപ്പോൾ ഒരു ജ്യോതിഷന്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്? നമുക്ക് ഈ ഭയം എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവികളുടെയും അടിസ്ഥാനമായി നിലനിൽപ്പിനായിട്ട് പ്രകൃതി കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ഭയം. നമ്മുടെ തലച്ചോറിൽ അമിഗ്ഡാല എന്നൊരു ഭാഗമുണ്ട്. അതാണ് നമ്മൾ ഈ ഭയത്തിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു സ്ഥലം തലച്ചോറിലുള്ള ഒരു ഭാഗത്താണ് ഈ ഭയത്തിനെ നിയന്ത്രിക്കുന്ന ഒരു. അതാണ് നമുക്ക് മനുഷ്യർക്ക് ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള പല പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഭയമാണ്. കാരണം തീയെ നിയന്ത്രിച്ചുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ പ്രയാണം ആരംഭിച്ചത്. ആദ്യം അത് തീയെ നിയന്ത്രിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തേടിയും ഒക്കെയാണ് അവർ മനുഷ്യൻ ഭയത്തിനെ അതിജീവിച്ചത്. ഈ ഭയം മനുഷ്യർക്കും ജീവികൾക്കും ഭയം ഇല്ലെങ്കിൽ ഈ വംശം നശിച്ചു പോകുമായിരുന്നു. കാരണം നമ്മുടെ ഈ ക്രൂര മൃഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും പിന്നെ അപകടങ്ങളിൽ പെടാതിരിക്കുന്നതും ഒക്കെ ഭയം കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ജ്യോതിഷം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തുള്ള ഈ മതങ്ങളുടെ നിലനിൽപ്പും ഒക്കെ ഭയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതെ, ദൈവഭയം എന്നൊരു വാക്ക് തന്നെയാണ്. ദൈവത്തിനെ ഭയന്ന് ജീവിക്കണം എങ്കിലേ നേട്ടം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഒരളവ് വരെ കുറഞ്ഞു നിൽക്കുന്നത് ഈ ദൈവഭയം ഉള്ളതുകൊണ്ടാണ്. ദൈവം നമ്മൾ എന്തോ ശിക്ഷിക്കും എന്നുള്ളൊരു ഭയം മനസ്സിലുള്ളതുകൊണ്ടാണ്. അത് ജ്യോതിഷത്തിനും പിന്നെ ഭയം തന്നെയാണ്. ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ വരുന്ന ആളുകളാണ് കൂടുതൽ. പലതരത്തിലുള്ള ഭയമുണ്ട്. മക്കളുടെ ഭാവി നന്നാവുമോ എന്നുള്ള ഭയം, കല്യാണം കഴിക്കാൻ പോകുന്ന പങ്കാളി നമുക്ക് നല്ലതായിരിക്കുമോ, നമുക്ക് ദോഷപ്പെടുത്തുമെന്നുള്ള ഭയം, അതുപോലെ തന്നെ നമുക്ക് നല്ല ജോലി കിട്ടുമോ, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ്. അതിന്റെ കാരണങ്ങൾ ചിന്തിക്കുന്നുള്ള ഭയം, അതെ, മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്ന ഭയം, ആ ഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ഭയത്തിന്റെ അടിസ്ഥാനം ജ്യോതിഷത്തിനും ഉണ്ട്, പൂജയുണ്ട്. പിന്നെ ഭയപ്പെടുത്തി ഇതിനെക്കൊണ്ട് ഈ ജ്യോതിഷം, മന്ത്രവാദം, പൂജ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് മനുഷ്യന്റെ ഒരു സഹജ സ്വഭാവമാണ്. ബുദ്ധി കൂടിയതായതുകൊണ്ട് സ്വന്തം കാര്യ നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ധാരണയുണ്ട്. എങ്കിലും കൂടുതലും ജ്യോതിഷം നമുക്ക് ഈ ഭയത്തിനെ മറികടക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ഭാവിയെ പറ്റി ഉത്കണ്ഠാകുലനായിട്ട് വരുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിങ്ങൾക്ക് ഭയങ്കര ദോഷമാണ്, കണ്ടകശനിയാണ്, ഏഴാണ്ടശനിയാണ്, നിങ്ങൾക്കിപ്പം കുറേ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ട് ദ്വാദശാഷ്ടമ ജന്മനസ്തേ ശനി അർക്ക അങ്കാരവ ഒരു കുറുവന്തി പ്രാണഭീതി സ്ഥാനനാശം ധനക്ഷയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടിസ്ഥാന പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രമാണം പറയുന്നത് നമുക്ക് കാര്യങ്ങൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് സ്ഥാനനാശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും നിങ്ങൾക്ക് എല്ലാ സ്ഥാനങ്ങളും നശിച്ചു പോകും എന്ന് നമ്മൾ ചില ആളുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മരിച്ചു പോകും. ശനി അർക്ക അങ്കര ഒരു കുറുവന്തി പ്രാണഭീതി എന്ന് പറയാൻ മരിച്ചു പോകും, സ്ഥാനനാശം എന്ന് പറയാൻ നിങ്ങളുടെ നഷ്ടം പോകും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുത്താം. പക്ഷേ ഈ ഭയപ്പെടുത്തിയിട്ട് അയാൾ ഭയപ്പെടുത്തുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനില്ല, ഇയാളുടെ ഭയം നമുക്ക് എങ്ങനെ സാമ്പത്തികമായിട്ടൊരു നേട്ടമാക്കി മാറ്റാം എന്ന് ചിന്തിച്ചിട്ടാണ്. ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സാണ് ഇപ്പം ഏകദേശം 99% ജ്യോതിഷവും പൂജയും ഒക്കെ ബിസിനസ് തന്നെയാണ്. 99% അങ്ങനെ തന്നെയാണ്. അത് അല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ നമുക്ക് ഈ ജ്യോതിഷത്തിന്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു കൗൺസിലിംഗ് മാർഗ്ഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ സ്ഥാനനാശം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് സ്ഥാനം നശിച്ചു പോകുന്നതല്ല, തൽക്കാലം നിങ്ങൾക്ക് ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പിന്നെ വനപ്രയാസം ഉണ്ടാകുന്ന രീതി പെരുമാറ്റങ്ങൾ ഉണ്ടാകും. പ്രാണഭീതി എന്ന് വെച്ചാൽ നമുക്ക് ഈ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയല്ല. പ്രാണഭീതി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ കാരണമില്ലാത്ത മനപ്രയാസം ഉണ്ടാവാം,
സാമ്പത്തിക ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഉള്ള പൈസ നഷ്ടപ്പെട്ട് നിങ്ങൾ പാപ്പരായി പോകുന്നില്ല. കുറച്ച് പൈസ ഇടപാടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നേരായിട്ട് പോവാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ ഒരു സാന്ത്വനം വന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞ ജ്യോതിഷത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. ഈ മനഃശാസ്ത്രം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് തന്നെ പറയാം, സീറോ സയൻസ് ആണെന്ന് പറയും, കപടശാസ്ത്രമാണെന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും ഇതൊരു ശാസ്ത്രമാണ്. പണ്ട് കാലത്ത് ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ മനുഷ്യന് പിന്നെ ആത്മഹത്യയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. മരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നാൽ ജാതകം നോക്കാൻ വന്ന ആളുകളൊന്നും കാണില്ല. എങ്കിലും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയ ദുരിതം വരുന്നത് എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ കാരണം അറിയാമെന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് പോലെ മനുഷ്യന് സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അതനുസരിച്ച് അവർക്കൊരു പിന്നെ പോസിറ്റീവ് എനർജി കൂടുകയും ചെയ്യും. പിന്നെ അവർ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഭയമാണ് അടിസ്ഥാനം. പക്ഷെ ആ ഭയത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കൂടിയായിട്ട് നമുക്ക് ജ്യോതിഷത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ അങ്ങയുടെ അടുത്ത് വരുന്ന ഒരാളുടെ അടുത്ത് കൗൺസിലിംഗ് പോലെ ആണോ അത് ഹാൻഡിൽ ചെയ്യുക, അതോ നമ്മൾ നക്ഷത്രങ്ങളും എന്തായാലും അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ? അതെ അതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്ന ആളുടെ പിന്നെ ജനനസമയം വെച്ചിട്ട് ജനിച്ച സമയത്ത് രാശി എടുക്കും. രാശി എടുത്തിട്ട് ഒരു സാമാന്യമായിട്ട് നമുക്ക് ഈ സമയത്ത് ജനിച്ച ആളിന് ഈ ദശാകാലം ഒന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദശയുണ്ട്. ദശ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് 7 വർഷം കേതു ദശ എന്ന് പറയും തുടക്കത്തിൽ. പക്ഷെ അത് ജനിക്കുന്ന സമയം അനുസരിച്ചിട്ട് അതിന് ഏറ്റക്കുറച്ചിൽ വരും. ചിലപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ പകുതി ജനിക്കുകയാണെങ്കിൽ 3.5 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ കേതു. ഏകദേശം അവസാനം ജനിക്കുകയാണെങ്കിൽ കുറഞ്ഞു വരും. അപ്പോൾ നിലവിലുള്ള ദശയും അയാൾ ജനിച്ച രാശിയും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഈ സമയത്ത് ഇയാൾക്ക് ഇന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അത് ജ്യോതിഷത്തിൻ്റെ ഒരു കാര്യമാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു കൗൺസിലിംഗ് എന്ന രീതിയിൽ നമുക്ക് സാധനപ്പെടുത്തി പറയാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ദോഷങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചു കാലം കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നല്ല അനുഭവങ്ങൾ വരാൻ പറ്റും, മെച്ചപ്പെട്ട അനുഭവങ്ങൾ വരും. കേതു ദശയിൽ കേതുവിന് ഏത് വേണ്ടെന്ന് പറയും. ഒരു കാരണമില്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ദശാകാലമാണ് കേതു. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. എങ്കിലും അത് കഴിഞ്ഞ് വരുന്നത് ശുക്രനാണ്. 7 വർഷത്തെ കേതുദശ കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രദശയാണ് വരുന്നത്. ശുക്രദശയും എല്ലാവർക്കും നല്ലതായിരിക്കില്ല, എങ്കിലും ശുക്രദശയിൽ വലിയ മോശങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് ഈ കാലം നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാനും സമാധാനം ഉണ്ടാകാനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന രീതിയിലുള്ള ഈശ്വരഭജനം ചെയ്യണം. കേതുദശാകാലത്ത് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കണം. രാവിലെ എണീക്കുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുക, രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈശ്വരഭജനത്തിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. പിന്നെ അപ്പോൾ ഇപ്പം എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ ഭയം ഉണ്ടാകാനും ഒരു കാലം ഉണ്ടാവില്ലേ? ഉണ്ട്. ഈ ഭയം ഉണ്ടാകുന്നതിന് കാരണം എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അപ്രതീക്ഷിതമായ ചില ദുരനുഭവങ്ങളൊക്കെ വരും. ചിലപ്പോൾ അസുഖം വരും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും ആപത്തുകളൊക്കെ ഉണ്ടാകും, അപകടങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ വരുന്നത്. അതപ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയ ഭയമാണ്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പം ശനി ദശാകാലം എന്ന് പറയും. ശനി ദശാകാലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ശനി ദോഷമായിരിക്കില്ല. കാരണം ശനി മകരം, കുംഭം, മേടം, അതുപോലെ തന്നെ കർക്കിടകം, തുലാം, ഇടവരാശിയിലും ശനി ദോഷമൊന്നുമില്ല. ഇങ്ങനെ രാശികൾ ശനി നിൽക്കുമ്പോൾ ജനിച്ചവർക്ക് ശനി വലിയ ദോഷമൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ 3, 6, 8, 12 ദുസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളാണ്. 3, 6, 8, 12 ഈ ദുസ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങളിൽ നിന്ന് ജാതകത്തിൽ നിൽക്കണമെങ്കിൽ അവർക്ക് ദോഷം ഉണ്ടാവില്ല. പാപഗ്രഹങ്ങൾ 3, 6, 8, 12 അതിശോഭനം എന്നൊരു പ്രമാണമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ നിന്ന് അയാൾ ജനിച്ച സമയം വെച്ച് കണ്ടെടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് ശനി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്, ഭയങ്കര കണ്ടകശനി. ശനി തന്നെ കണ്ടകശനിന് 3 രീതിയിലുണ്ട്. മാതൃകണ്ഠകൻ എന്ന് പറയും. മാതൃകണ്ഠകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ ബന്ധുക്കളായിട്ട് പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അമ്മയെ മാതൃബന്ധുക്കളുമായിട്ട്, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, നമ്മൾ താമസിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത. പിന്നെ 7ാമത്തെ രാശി ശനി വരുമ്പോൾ നമ്മളതിനെ ഇത് ദാമ്പത്യ കണ്ഠനം എന്ന് പറയും. ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്കേറ്റം, പ്രശ്നങ്ങൾ, അഭിപ്രായ ഐക്യമില്ലാത്തത്, കുടുംബകലഹം ഇങ്ങനെ വരുന്നത് ഈ അഷ്ടമശനി സമയത്താണ്. പിന്നെ കർമ്മകണ്ഠകൻ 10ാമത്തെ രാശിയിൽ ശനി വരുമ്പോഴത്തേക്ക് കർമ്മകണ്ഠകൻ എന്ന് പറയും. കർമ്മകണ്ഠകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യത പ്രശ്നങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി, ഇങ്ങനെ പലതരത്തിലുണ്ട് കണ്ഠകശനി. പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. അയാൾ ജനിച്ച സമയത്ത് ശനി നിൽക്കുന്ന നല്ല രാശിയിലാണെങ്കിൽ ദോഷങ്ങളൊന്നും വരില്ല. നമ്മൾ ഈ ചൊവ്വ ദോഷം കണക്കാക്കുന്നത് പോലെയാണ്. ചില ആളുകൾ പറയും ചൊവ്വ സ്ത്രീകളുടെ ജാതകത്തിലും പുരുഷന്മാരുടെ ജാതകത്തിലും 7ലോ 8ലോ ചൊവ്വ നിന്നാൽ ദോഷമാണ്. അതിനൊരു പ്രമാണമുണ്ട്. ധനേ വേജ പാതാലേ ജാമുത്രേ അഷ്ടമേ കുജേ സ്ത്രീണാം ഭർത്തൃ വിനാശായ പുംസാം സ്ത്രീ വിനശ്വരി എന്ന് പറയും. അതായത് നമ്മൾ ജനിച്ച രാശിയുടെ 2, 4, 7, 8, 12 ഭാഗങ്ങളിൽ ചൊവ്വ നിൽക്കുകയാണ്. ചൊവ്വ മാത്രമല്ല, ശനി, അർക്കൻ, അങ്കാരകൻ,
ഇങ്ങനെ ആദിത്യം നിന്നാലും ദോഷമാണ്, ശനി നിന്നാൽ ദോഷമാണ്, ചൊവ്വ നിന്നാൽ ദോഷമാണ്, സർപ്പം നിന്നാൽ ദോഷമാണ്, ഇങ്ങനെ ഭാവഗ്രഹം നിന്നാൽ ദോഷമാണെന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രമാണമുണ്ട്, അത് ആരും പറയില്ല. നവമേ ശുഭസംയുക്തേ പാപേ അസ്തേ അഷ്ടമേ പതിപുത്ര ഇതേ നാദി സംശയം എന്ന് പറയും. 7-ലോ 8-ലോ ചൊവ്വ നിന്നാൽ പോലും 9ാമത്തെ രാശിയിൽ ഒരു വ്യാഴം, അല്ലെങ്കിൽ ശുഭഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്ന വ്യാഴമാണ്, വ്യാഴനോ ശുക്രനോ നിന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീ ഭർത്താവിനോടും പുത്രന്മാരോടും ദീർഘകാലം ജീവിക്കുന്നു പറയും. അതുപോലെ തന്നെ ഉച്ച സ്വക്ഷേത്രഗതേ ഭൗമേ കുജദോഷം നവതി എന്ന് പറയും. സ്വന്തം രാശിയിലും ഉച്ചരാശിയിലും ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് ദോഷമില്ല എന്ന് പറയും. ചരരാശിഗതേ ഭൗമേ കുജദോഷം നവതി എന്ന് പറയും. ചരരാശി എന്ന് പറഞ്ഞാൽ മേടൻ രാശി, കർക്കിടകൻ രാശി, തുലാൻ രാശി, മകരരാശി, ഈ 4 രാശികളിൽ ശനി നിന്നാൽ ചൊവ്വ നിന്നാൽ ചൊവ്വ ദോഷമില്ലെന്ന് പറയും. പക്ഷേ ഇതൊന്നും ആളുകൾ പരിഗണിക്കാറില്ല. ഈ ചൊവ്വ ദോഷമെന്ന് പറഞ്ഞ ജാതകങ്ങൾ 90% മിക്കവാറും ദോഷം ഇല്ലാത്ത ജാതകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചൊവ്വ ദോഷമാണ് ഇപ്പം നമ്മൾ ജ്യോതിഷത്തിനെ വിമർശിക്കാൻ ആളുകൾക്ക് എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം ചൊവ്വ ദോഷമാണ്. ശരിക്കും ചൊവ്വ ദോഷം കറക്റ്റായ രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ ഈ ആപത്തൊക്കെ വരാറുണ്ട്, അങ്ങനെ വൈദ്യവ്യ ദോഷമൊക്കെ വരാറുണ്ട്. പക്ഷെ അത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ജ്യോതിഷത്തിലുണ്ടാവും. അതുകൊണ്ട് ഈ ഭയം എന്നുകൊണ്ട് പല രീതിയിലുണ്ട്. പക്ഷെ ആ ഭയത്തിനെ പരിഹരിക്കാൻ ഒരു ജ്യോത്സ്യൻ എങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും. അത് ജ്യോത്സ്യന്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. അങ്ങനെ നോക്കിയാൽ ഈ ഭയമില്ലാത്ത ഒരാൾക്ക്, ഒരു കാര്യത്തിനെയും ഭയപ്പെടാത്ത ഒരാൾക്ക് ഈ ജ്യോതിഷത്തിന്റെയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെയോ ഈശ്വര വിശ്വാസത്തിന്റെ പോലും ആവശ്യം വരുന്നില്ല. ഒരാവശ്യമില്ല. കാരണം നമ്മളെ അറിയണം എന്നാണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം. ഇപ്പോൾ ഒരു 18 അല്ലെങ്കിൽ ഒരു 18 വേണ്ട, തീരെ കുറഞ്ഞ പ്രായം, ഒരു 45-50 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി നിങ്ങൾ മരിക്കും എന്ന് ഒരാൾ ഒരു ജ്യോതിഷൻ നോക്കി പറയാണ്. അപ്പോൾ ഇയാൾ പേടിക്കും. 45-48 വയസ്സൊക്കെ ആകുമ്പോൾ ഇയാൾ പേടിക്കും. വണ്ടിയൊന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കും. വണ്ടി ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ചില ആളുകൾ കണ്ടിട്ടില്ലേ, റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് വണ്ടി വരുന്ന കാണുമ്പോൾ പേടിച്ച് നിൽക്കുന്ന ആൾ വണ്ടി വരുന്ന കാണുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പെട്ടെന്ന് പോകും. അതുപോലെ ആ സമയം എത്തുമ്പോൾ അവർക്ക് ഉള്ളൊരു ഭയം വരും. അപ്പോൾ ആയിട്ട് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോകും, എവിടെയെങ്കിലും തട്ടി പറഞ്ഞിട്ട് വീഴും. പക്ഷേ ജ്യോത്സ്യം പറഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് അങ്ങ് സംഭവിക്കാനുണ്ടെങ്കിൽ വീഴും. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക, അത് ഒഴിവാക്കാനൊക്കെ പറ്റും. മരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണ്. മനുഷ്യൻ്റെ ഭയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഈ മരണഭയം പറഞ്ഞിട്ടാണ് പല ആളുകളും ചൂഷണം ചെയ്ത് ആളുകളെ കൊണ്ട് ഒന്നുകിൽ ജ്യോതിഷം നോക്കാൻ പറഞ്ഞാൽ പിന്നെ ജ്യോതിഷം ആരാണ് നോക്കാൻ പറഞ്ഞാൽ അയാൾ മരിക്കുമെന്ന് ചിലപ്പോൾ പറയില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയ്ക്ക് ദോഷമാണ്, മരണം സംഭവിക്കാം, മക്കൾക്ക് ദോഷമാണ്, കേൾക്കാൻ വരുന്ന ആൾ പറഞ്ഞ് പേടിപ്പെടുത്തി അതിന് ഇങ്ങനെ പൂജ ചെയ്താൽ മതി, മൃത്യുഞ്ജയ ഹോമം ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സൂർഷ്ണ ഹോമം ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മരണം ഒഴിവാക്കാം എന്നൊക്കെ പറയും. പക്ഷേ അത് ശുദ്ധ ഫോഷ്കാണ്. കാരണം ഒരാൾക്ക് ഒരു വിധി ഉണ്ടെങ്കിൽ അതങ്ങനെ വരുള്ളൂ. പക്ഷേ നമുക്ക് ഈശ്വരാധീനം മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ, നേരത്തെ എന്നെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമില്ലാത്ത ആളുകൾക്ക് ഇതിലൊക്കെ ബാധിക്കുമെന്നാണ്. ഭയമില്ലാത്ത ആൾക്ക് ഇതൊന്നും ബാധിക്കില്ല. കാരണം ബാധിച്ചാൽ അയാൾ അറിയില്ല, അയാൾ മൈൻഡ് ചെയ്യില്ല. അപ്പം അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിൻ്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഒന്നിനെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് മനോബലം ഏറ്റവും പ്രധാനമാണ്.